പണം കേരളത്തിലോട്ട് ഒഴുകാൻ തുടങ്ങിയ പല സോഴ്സുകൾ വന്നപ്പോൾ നമുക്ക് അഫോർഡബിൾ അല്ലായിരുന്ന പലതും ഇന്നിപ്പോൾ അഫോർഡബിൾ മാത്രമല്ല വളരെ കോമൺ ആയിട്ട് മാറി. ഇപ്പം ന്യായമായിട്ടും ഏറ്റവും ആദ്യം ഇത് അഫക്റ്റ് ചെയ്യപ്പെട്ടത് ഫുഡ് ഹാബിറ്റ്സിലാണ്. അറ്റ് ദ ക്ലിക്ക് ഓഫ് എ മൊബൈൽ ബട്ടൺ യു ക്യാൻ ഗെറ്റ് യു ഫുഡ് അറ്റ് ഹോം എന്ന് വരുമ്പോൾ ആരാണ് കുക്ക് ചെയ്യുന്നത്, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്, എന്താണ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തേക്കുന്നത്, അതിൽ ഹാംഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്. രാജീവ് ഗാന്ധി സ്റ്റഡി സെൻറ്റർ ബയോടെക്നോളജി ട്രിവാൻഡ്രം ഒരു പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡി നടത്തി കേരളത്തിൽ. ഏറ്റവും കൂടുതൽ പൊറോട്ട വിത്ത് ബീഫ് കോമ്പിനേഷൻ കഴിക്കുന്ന റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ കോളൻ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, റെക്റ്റം. യൂറോപ്പിലോ ജപ്പാനിലോ ഏത് കൺട്രിയിൽ പോയാലും ഒരു ഡിന്നർ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് കാണുന്നത് ഈ ചിക്കനും മട്ടനും ബീഫും കഴിക്കുന്ന കൗണ്ടറിലല്ല. ഏറ്റവും കൂടുതൽ ക്രൗഡ് കാണുന്നത് സാലഡ്സ് കഴിക്കുന്ന കൗണ്ടറിൽ. These salads, green salads will change, and with curd it adds to the benefit of the intestine. വെൽക്കം ടു അവർ ഹെൽത്ത് ടോക്ക്. നമ്മളുടെ ഈ 3rd എപ്പിസോഡിൻ്റെ ടോപ്പിക് ലൈഫ് സ്റ്റൈലും ക്യാൻസറും എന്നുള്ളതാണ്. നമുക്കതിനായി ലഭിച്ചിരിക്കുന്ന മാന്യ വ്യക്തിത്വം ഡോക്ടർ തോമസ് വർഗീസ്, മെഡിക്കൽ ഡയറക്ടർ സെൻറ് തോമസ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ മഞ്ഞുമൽ, ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയ ഡോക്ടറെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇന്ന് വളരെ കോമൺ ആണല്ലോ. ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു ഡിസീസായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് എങ്ങനെയാണ് അത് ഒന്ന് കുറച്ചുകൂടെ അതിനെ വ്യക്തത കൊണ്ടുവരാൻ പറ്റുന്നത്? ആധുനിക യുഗത്തിൽ അതൊരു നല്ല ചോദ്യമാണ്. എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ആക്കപ്പെട്ടിരിക്കുന്നത്, ആ സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്താണ്, ഇതിലോട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യപ്പെട്ടു, ഈ പ്രോസസ്സ് എങ്ങനെ നടന്നു, അവിടെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഓണങ്കറ മൂലയിൽ ജനിച്ച ഒരു കുഞ്ഞിനെ അവിടുന്ന് നമ്മൾ ഹൈലി ഡെവലപ്ഡ് ആയിട്ടൊരു രാജ്യത്തോട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ US-ഓ യൂറോപ്പോ ജപ്പാനോ എവിടെയെങ്കിലും മാറ്റിക്കഴിയുമ്പോൾ ആ കുട്ടി നാച്ചുറലി അത് ജനിച്ച സ്ഥലങ്ങളുടെ പ്രത്യേകതയൊക്കെ വെടിഞ്ഞിട്ട് അതൊരു പുതിയ സ്ഥലത്തോട്ട് പോയി ആ സ്ഥലവും അവിടുത്തെ കൾച്ചറുമായിട്ടും അഡാപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ്റെ മാനസികമായിട്ടുള്ള വ്യതിയാനം, അവൻ്റെ ശാരീരികമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അതിൽ വന്നേക്കുന്നത്, ഡയറ്ററി ഹാബിറ്റ്സ് എങ്ങനെ മാറുന്നു, കൾച്ചർ എങ്ങനെ മാറുന്നു, എഡ്യൂക്കേഷണൽ സ്റ്റേറ്റസും ലെവലും എങ്ങനെ മാറുന്നു, അങ്ങനെ ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് നന്മയ്ക്കും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഉണ്ടാവാം, തിന്മയായിട്ടും ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഉണ്ടാവും. പക്ഷേ നമ്മൾ മോസ്റ്റ്ലി ഇന്ന് കാണുന്ന നമ്മളുടെ ഈ മോഡേൺ വേൾഡിൽ വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത് പാർട്ട്, അത് ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെൻ്റൽ ഹെൽത്ത് ആയാലും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതായിട്ടാണല്ലോ കാണുന്നത്. അതെ, അപ്പോൾ അതിൻ്റെ പ്രസക്തി എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ലൈഫ് സ്റ്റൈലിനെ ഇന്ന് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പറഞ്ഞൊരു വലിയ WHO ഒരു വലിയൊരു സെക്ഷൻ തന്നെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? പ്രധാനമായിട്ട് 4 അസുഖങ്ങൾക്കാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രിവെൻഷൻ പോസിബിൾ ആകുന്ന സംഗതികൾ, അതിനാണ് ഈ ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്പർ 1 ഹാർട്ട് അറ്റാക്ക് ആൻഡ് കാർഡിയാക് ഇഷ്യൂസ്, നമ്പർ 2 ക്യാൻസർ, നമ്പർ 3 എന്ന് പറഞ്ഞാൽ ക്രോണിക് റെസ്പിറേറ്ററി ഇഷ്യൂസ്, നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ആൻഡ് ഡയബറ്റിക് റിലേറ്റഡ് ഇഷ്യൂസ്, അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് എന്നൊക്കെ വരുന്നതൊക്കെ നമ്പർ 4. 5-മതൊരെണ്ണം ഇപ്പോൾ ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പിന്നെ ഇൻ്റർനാഷണൽ യൂണിയൻ അഗൈൻസ്റ്റ് ക്യാൻസർ ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു കേഴ്സ് ഫോർ ദ മോഡേൺ വേൾഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം ഇൻ്റർവെൻഷനിൽ കൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രിവെൻറ്റബിൾ, ഒരു മജോറിറ്റിയും പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള സംഗതി. അതുകൊണ്ടാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഈസ് ആൻ ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയാൻ കാരണം. ഇതേ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ ആദ്യം നമ്മൾ സംസാരിച്ച സൈക്കോളജിക്കൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെ പുതിയ സാഹചര്യമായിട്ട് അഡാപ്റ്റഡ് ആയോ അതനുസരിച്ച് നമ്മുടെ മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങളും ആ തന്മൂലം ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള അസുഖങ്ങളും ഒക്കെ അതുമായിട്ട് കോറിലേറ്റഡ് ആണ്. ഓക്കെ.
പക്ഷെ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകുമല്ലോ. മാറ്റമില്ലാത്ത ഒന്നും മാറ്റം മാത്രമാണെന്ന് നമ്മൾ ചേഞ്ച് ഈസ് പറയാറുണ്ടല്ലോ. ദ ഓൺലി ചേഞ്ച് ദാറ്റ് ക്യാൻ യാഹ്. അപ്പൊ യാ ആ ഒരു പെർസ്പെക്റ്റീവില് നമുക്കെപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പണ്ടാണെങ്കിൽ നമ്മൾ പറയും നമ്മളുടെ പറമ്പിൽ തന്നെ നമ്മൾ വിതയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പറമ്പിലുണ്ടാകുന്ന കാര്യങ്ങൾ കഴിച്ച് അതെല്ലാമായിരുന്നു നമ്മളുടെ ഹെൽത്തിൻ്റെ ആധാരമായിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും അങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ സമയമില്ല അങ്ങനത്തുള്ള പല കാരണങ്ങളുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മളുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് സർ? മാൻ ഈസ് an animal which will adapt to circumstances and surroundings for his or her convenience. ഇതാണ് ഈ മോഡേൺ യുഗത്തിൽ നമ്മൾ കാണുന്നത്. പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മണി. വി ഡിഡ്ന്റ് ഹാവ് ദ മണി ടു ബൈയിങ് കപ്പാസിറ്റി. ഈ ബൈയിങ് കപ്പാസിറ്റി കേരളത്തിൻ്റെ സ്പെക്ട്രത്തിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കിയത് എപ്പോഴും ഈ ആദ്യകാലത്ത് മലേഷ്യ, അത് കഴിഞ്ഞിട്ട് പേർഷ്യ, ഇപ്പോഴത്തെ ഇറാൻ, അത് കഴിഞ്ഞിട്ട് ഗൾഫ് ബൂം, പിന്നെ വിദേശ രാജ്യങ്ങൾ, USA ഓർ ഓസ്ട്രേലിയ, അങ്ങനെ പണം കേരളത്തിലോട്ട് ഒഴുകാൻ തുടങ്ങിയ പല സോഴ്സുകൾ വന്നപ്പോൾ നമുക്ക് അഫോർഡബിൾ അല്ലായിരുന്ന പലതും ഇന്നിപ്പോൾ അഫോർഡബിൾ മാത്രമല്ല വളരെ കോമൺ ആയിട്ട് മാറി. ഇപ്പം ന്യായമായിട്ടും ഏറ്റവും ആദ്യം ഇത് അഫക്റ്റ് ചെയ്യപ്പെട്ടത് ഫുഡ് ഹാബിറ്റ്സിലാണ്. 1980-കളിലൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളൊരു ഫൈനൽ ഇയർ MBBS ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പല ക്ലിനിക്കൽ മീറ്റിങ്സിലും ക്യാൻസർ പേഷ്യൻസിനെ പ്രസൻറ്റ് ചെയ്യണം. അപ്പം 200 പിള്ളേരുള്ള ഒരു ബാച്ചിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ആ വാർഡുകൾ മുഴുവൻ കറങ്ങി നടന്നാലും ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കിട്ടാൻ വളരെ പ്രയാസം. ഇപ്പോൾ ഒരു സ്ഥാനാർബുദം പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വായിക്കാത്ത ഒരു ക്യാൻസർ പ്രസൻറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു ലിവർ ക്യാൻസർ, ആമാശയ ക്യാൻസർ, കോളൻ, ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച ഒരാളിനെ സാമ്പിൾ കിട്ടാൻ പ്രയാസമായിരുന്നു. ആ കാലത്തുള്ള ജീവിതം ആലോചിച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ നമ്മുടെ മെയിൻ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തുണ്ടാകുന്ന പച്ചക്കറികളോ അരിയോ അല്ലെങ്കിൽ ചക്ക, മാങ്ങ, ചേമ്പ്, കാച്ചില്, അങ്ങനെയൊക്കെയുള്ള നാട്ടിൻപുറത്തെ ഭക്ഷണ സാധനങ്ങളായിരുന്നു. ഇതിന് നമ്മുടെ ഹെൽത്തുമായിട്ട് വളരെ ഇൻസെപ്പറബിളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഈ ഫാക്ടം ഫോസോ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള മാനുവേഴ്സ് ഒന്നും കേരളത്തിലോ അത്ര പോപ്പുലർ അല്ലായിരുന്നു. ആ കാലത്ത് നാച്ചുറലി എന്താണോ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നൊരു രീതി. അവിടുന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ബൈ പ്രോഡക്റ്റ് ഉണ്ടായി വരുന്ന പ്രോഡക്റ്റിനകത്ത് നമ്മൾ എന്ത് ഇടുന്നോ അതായിരിക്കും കിട്ടുന്നത്. നമ്മൾ സിന്തറ്റിക് മനുവേഴ്സൊക്കെ ഇട്ട് കൃഷി ചെയ്യുമ്പോൾ നാച്ചുറലി അതിലുള്ള ഹാംഫുൾ എലമെൻറ്റ്സ് ഈ ഫ്രൂട്ട്സിനകത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫലത്തിനകത്തുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അവിടുന്ന് തന്നെ പതുക്കെ മാറ്റം ആരംഭിച്ചു. പിന്നെ ഈ കൺവീനിയൻസ് സേക്കിന് വേണ്ടി നമ്മൾ പുതിയ യുഗത്തിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാം അറ്റ് ദ ക്ലിക്ക് ഓഫ് എ മൊബൈൽ ബട്ടൺ യു ക്യാൻ ഗെറ്റ് യു ഫുഡ് അറ്റ് ഹോം എന്ന് വരുമ്പോൾ ആരാണ് കുക്ക് ചെയ്യുന്നത്, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്, എന്താണ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തേക്കുന്നത്, അതിൽ ഹാംഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിന് ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി അഡിറ്റീവ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് ടേസ്റ്റിനെ പറ്റിയാണ്. അതിലേക്ക് മാത്രമായി കോൺസെൻട്രേഷൻ. ഭക്ഷണവും ഡയറ്റും വ്യത്യാസമുണ്ട്. ലോകത്തിൽ ഇന്ന് പല രാജ്യങ്ങളിലും ഡയറ്റ് ആൻഡ് ക്യാൻസർ എന്ന് പറയുന്ന കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. ഒരിടത്തും ഫുഡ് ആൻഡ് ക്യാൻസർ എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് കേട്ടിട്ടില്ല, ഡയറ്റ് ആൻഡ് ക്യാൻസർ. കാരണം ഡയറ്റ് വേറെ, ഫുഡ് വേറെ. ഇപ്പോൾ എന്താണ് ടേസ്റ്റ് നമുക്ക് തരുന്ന സംഗതികൾ? ടേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അത് വളർച്ച പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്താൽ എപ്പോഴും അതിന് ഈറ്റിംഗ് ടൈം ആയി കഴിയുമ്പോൾ ആദ്യം അത് നാവ് മുന്നോട്ട് നീക്കി അത് ടച്ച് ചെയ്ത് നോക്കും എന്താണ് അതിൻ്റെ ടേസ്റ്റ്, എന്നിട്ടേ ഒരു കുഞ്ഞ് കഴിക്കുകയുള്ളൂ. അപ്പം മധുരമാണെങ്കിൽ നാച്ചുറലി അത് ചെയ്യും. അപ്പം നാക്കിൻ്റെ ടിപ്പിൽ കിട്ടുന്ന ടേസ്റ്റാണ് സ്വീറ്റ്നെസ്, പിന്നെ സവർനെസ്, സോൾട്ട്, അങ്ങനെ പല ടേസ്റ്റും നമുക്ക് നാവിൻ്റെ സൈഡിലാണ് ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്. ഇതെല്ലാം സെൻസേഷൻ കിട്ടും. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് വിഷ്വലി അട്രാക്റ്റീവ് ആയിരിക്കണം, അല്ലേ? ഇപ്പം പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കണം, ഗുണമില്ലെങ്കിലും കാണാൻ ഭംഗിയായിരിക്കണം. വിഷ്വലി അട്രാക്റ്റീവ്. സ്മെൽ, ഇറ്റ് ഷുഡ് സ്മെൽ ഗുഡ്. നല്ല ചിക്കൻ കറി വരുന്നുണ്ടല്ലോ അടുക്കളയിൽ എന്ന് പറയുന്ന ആ സ്മെൽ, ദാറ്റ് സ്മെൽ ഷുഡ് അട്രാക്ട്. ദെൻ ദി ക്വാണ്ടിറ്റി, സോ മെനി തിങ്സ് അട്രാക്ട്. നെവർ ബോതേർഡ് അബൌട്ട് ദി കണ്ടൻറ്റ്. അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര മാത്രം നമ്മൾ മസാലകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫൈനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഫാമിലിയിൽ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് ഇന്നത്തെ ആധുനിക യുഗത്തിലെ ഒരു വീട്ടമ്മയും ചിന്തിക്കാറില്ല. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ്,
ക്യാൻസർ പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ കിച്ചൺ. കിച്ചൺ. ഇതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഉപയോഗപ്പെടുന്ന റോ മെറ്റീരിയൽസ് മുതൽ എല്ലാം ഏതെങ്കിലും രീതിയിൽ പൊള്യൂട്ടഡ് ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ, പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത സംഗതികളായിരിക്കും ഉപയോഗിക്കുന്നത്. ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ കഴിക്കുമ്പോഴും പ്രസൻറ്റേഷൻ വളരെ ഭംഗിയായിരിക്കും, പക്ഷേ ആരാണ് കുക്ക് ചെയ്തതെന്നോ എന്ത് ഓയിലാണ് യൂസ് ചെയ്തത്, എങ്ങനെ ഉപയോഗിച്ചെന്നോ നമുക്കറിയില്ല. അപ്പം നാച്ചുറലി 60-70% of the human cancers in the human body are diet dependent. 60-70%. ഡയറക്റ്റായിട്ട് നേരെ ഫുഡ് അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അല്ല. Once the food is digested and goes to the abdomen, then it goes to the enters into the liver. Liver is the only factory for the human being for digestion. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതിനുശേഷം ഇത് റീച്ചസ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ മനുഷ്യന് ദൈവം കൊടുത്തേക്കുന്ന വരദാനമാണ് ഗട്ട് മൈക്രോബ്സ്, ബാക്ടീരിയ ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനുള്ള ബാക്ടീരിയ, ഈവൻ യുവർ സൈക്കോളജിക്കൽ സ്റ്റിമുലസ് ഈവൻ ഈസ് ഇൻ്റർറിലേറ്റഡ്. ബിക്കോസ് സിറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ സെക്യൂരിറ്റർ ഉണ്ടാകുന്നത് ഈ ഉണ്ടാക്കുന്നൊരു ബാക്ടീരിയ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ വരെയുണ്ട്. കറക്റ്റ്. അവിടെ എന്ത് ഡിഫറൻസ് വന്നാലും നമ്മുടെ നേച്ചർ ഇപ്പോൾ ഒരു ഡയറി ആയിട്ട് ആൾക്കാർ വരുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ് മുഴുവൻ മാറിക്കഴിയും. എക്സാമ്പിൾ ഞാൻ പറയാം, സിമ്പിൾ എക്സാമ്പിൾ. അങ്ങനെ ഫുഡും മനുഷ്യൻ്റെ ഈ ലൈഫും ലൈഫ് സ്റ്റൈലും എല്ലാം everything is interrelated. But therefore we have to understand what to eat, when to eat, how to cook, and all these are important things. ഓക്കെ. നമ്മൾ വളരെ റെലവൻ്റ് ആയിട്ട് ഇന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, എവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ അൽഫാമും മന്തിയും ഇല്ലാത്തൊരു ദിവസം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അത് മാത്രമല്ല, ഈ അൽഫാമും മന്തിയൊക്കെ നമുക്ക് ക്യാൻസർ ബോണസായി തരുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഡയറ്ററി ഈ ഹാബിറ്റ്സിനകത്ത് എപ്പോഴും ഹൗ ടു പ്രിവെൻറ്റ് ക്യാൻസർ ത്രൂ ഡയറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൗ ടു പ്രിവെൻറ്റ് ഹാർട്ട് അറ്റാക്ക് ത്രൂ ഡയറ്റ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ, ചില കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മുടെ ഫുഡിനകത്ത് ഇൻ്റഗ്രൽ പാർട്ടായിരിക്കണം. അതിൽ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വായിലെ ടേസ്റ്റ്, തൊണ്ടയിൽ വരെ ഈ ഫുഡ് എത്തുമ്പോഴുള്ള കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ഈറ്റിംഗ് ഫോർ ദ പ്ലെഷർ ഓഫ് ഈറ്റിംഗ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ട്രാക്കിലെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കടന്നു പോയി കഴിയുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ഇപ്പം മീറ്റ് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഈ ഫുഡ് എത്തിക്കഴിയുമ്പോൾ ദർ ഈസ് എ സിസ്റ്റം കോൾഡ് എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ പോർട്ടൽ വെയിൻ വഴി ഈ ഫുഡ് എല്ലാം അബ്സോർബ് ചെയ്യും. എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻജസ്റ്റഡ് ഈസ് അബ്സോർബ്ഡ് in the intestine. എന്നിട്ട് this will travel in the portal system. പോർട്ടൽ വെയിൻ ഇതിനെ ലിവറിനകത്ത് കൊണ്ടുപോകും. ലിവർ ഈസ് ദ ഓൺലി ഫാക്ടറി ഫോർ ദ ഹ്യൂമൻ ബീങ്. അവിടെയാണ് ഈ വ്യത്യാസങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് ഈ മീറ്റ് ബേൺ ചെയ്ത്, ഇഫ് ഇറ്റ് ഈസ് ബേൺഡ് അബവ് 100 degree centigrade, carcinogen created is called nitrosamines. These nitrosamines come from burned meat, അല്ലെങ്കിൽ ഓവർ കുക്ക്ഡ് മീറ്റിനകത്തു നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാധനമാണ്. മീറ്റ് ഈസ് ആക്ച്വലി പ്രോട്ടീൻ ഡീറേജ്മെൻ്റ് ആയി കഴിയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. വൈ ആനിമൽസ് ഇൻ ജനറൽ, ആനിമൽസ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാർണിവോറസ് ആനിമൽസ്, അതായത് സിംഹം, കരടി, ഇങ്ങനെയൊക്കെയുള്ള എന്താണ് ക്യാൻസർ വരാത്തത്? ദേ ഈറ്റ് റോ ഈവൻ ദെൻ. അപ്പം നമ്മൾ കുക്ക് ചെയ്ത് ഓവർ കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ ഈ മീറ്റിലുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫുഡ് വാട്ട് എവർ ഈസ് കൺസ്യൂംഡ് ഗോസ് ടു ദ ലിവർ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് പല മെറ്റബോളിസവും സംഭവിക്കും. അവിടുന്ന് ടോക്സിക് മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ലിവർ സെൽസിനുണ്ട്. ആൻഡ് ഇറ്റ് ഗോസ് ടു ദ ബൈൽ. പിന്നെ പുറത്ത് വരുന്നതാണ് പിത്തഗ്രന്ഥിയും ബൈലും. ഇത് വന്നിട്ട് വീണ്ടും ഇത് ഈ നമ്മുടെ ബിലിയറി സിസ്റ്റത്തിൽ നിന്ന് വരുന്നത് പിന്നെ ഇൻറ്റസ്റ്റൈനിലോട്ട് അത് വരും. നാച്ചുറലി അതിലെ വേസ്റ്റിനെ എക്സ്ക്രീറ്റ് ചെയ്യണം, പുറത്തു പോകണം. ഈ ബയൽ വഴി വരുന്ന ഡുവോഡനത്തിനകത്ത് ഈ ബയൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോകുന്ന വേസ്റ്റ് മെറ്റീരിയൽ പുറത്തു പോകണം. പുറത്തു പോകുന്ന സ്റ്റൂൾ വഴിയാണ്. ഇത് സ്റ്റൂളിനകത്തൂടെ പോകണമെങ്കിൽ സ്റ്റൂൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. സ്റ്റൂൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴും ബൾക്ക് വെജിറ്റബിൾസ് ചെല്ലുമ്പോഴാണ്. നമ്മുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹ്യൂമൻ ബീങ്സ് ആർ ഓൾമോസ്റ്റ് സിമിലർ ടു, ഇൻറ്റസ്റ്റൈൻ സിസ്റ്റം ഈസ് സിമിലർ ടു ഹെർബിവോറസ്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആനിമൽസുമായിട്ട് സിമിലറാണ്. പോച്ച കഴിക്കുന്ന പശുവിൻ്റെ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം അല്ലെങ്കിൽ പോത്ത് എരുമയുടെയൊക്കെ പോലെ തന്നെ മനുഷ്യൻ്റെ ഇത്രയും നീളമുള്ള ഇൻറ്റസ്റ്റൈൻ സിസ്റ്റം.
അപ്പോൾ കൂടുതലും നമ്മൾ വെജിറ്റബിൾ പല്ല് മുതൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വി ആർ നോട്ട് ഹാവിങ് ടീത്ത് ലൈക്ക് കാർണിവോറസ് ആനിമൽസ്, വലിയ ഷാർപ്പായിട്ടുള്ള കനൈൻസ് ഒന്നുമല്ല. ഈ പച്ച ഗ്രാസ് തിന്നുന്ന പശുവിൻ്റെ പല്ല് പോലെ മനുഷ്യൻ്റെ പല്ലിൻ്റെ ബിഗിനി. അതിൻ്റെ അർത്ഥം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മെറ്റീരിയൽസ്, ഈ ബൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ബൈൽ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ബൾക്ക് ഉണ്ടാവണം. ബൾക്ക് ഉണ്ടാവണമെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫൈബേഴ്സ് ഉള്ള വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം. ഈ ഫൈബറുകൾ നമുക്ക് തരുന്നത് എപ്പോഴും പ്ലാന്റ് ബേസ്ഡ് ആണ്. അപ്പം പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് ഇല്ലാതെ ഈ പറഞ്ഞ മന്തി, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഈ മന്തി. ഈ മന്തി ഇതൊക്കെ പറയുന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിൽ ബേസിക്കലി മീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷനിൽ കൂടെ പോയി ഈ സാധനം ഇൻഡസ്റ്റൈനിൽ വരുമ്പോൾ വെജിറ്റബിൾസ് ഇല്ലാത്ത അവസ്ഥയിലോ ഫൈബർ ഇല്ലാത്ത അവസ്ഥയിലോ തിരിച്ച് വീണ്ടും ഇത് പോർട്ടൽ വെയിനിൽ കൂടെ ലിവറിനകത്ത് ചെല്ലും. സോ ദീസ് ടോക്സിക് മെറ്റീരിയൽസ് ഗെറ്റ് സൈക്കിൾഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ദാറ്റ് ഈസ് ഡേഞ്ചറസ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫുഡിൻ്റെ ചേഞ്ച്. അതേസമയം ഇഫ് യു ആർ ടേക്കിംഗ് ലോട്ട് ഓഫ് ഫൈബേഴ്സ്, സൊല്യുബിൾ ഫൈബർ ആൻഡ് ഇൻസൊല്യുബിൾ, ഇപ്പം ചോറ് ഉണ്ണുന്ന ആൾക്കാർ വൈറ്റ് റൈസിൻ്റെ സ്ഥാനത്ത് ടേക്കിംഗ് ബ്രൗൺ റൈസ്, തവിട് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു സൊല്യുബിൾ ഫൈബറാണ്. ഈ ഫൈബർ ചെന്നിട്ട് ഇൻഡസ്റ്റൈനകത്ത് ലിവറിനകത്ത് ചെന്നിട്ട് ഒരു ചൂല് പോലെ അതിനകത്തുള്ള മുഴുവൻ വേസ്റ്റിനെയും മാറ്റിക്കളയും. അപ്പം വി നീഡ് സൊല്യുബിൾ ഫൈബർ. ഈ ഫാറ്റി ലിവറിനെ മാറ്റണമെങ്കിൽ സൊല്യുബിൾ ഫൈബർ വേണം. അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയിട്ട് കഴിക്കണ്ടെന്നല്ല പറഞ്ഞു. ഇപ്പോൾ ടേസ്റ്റ് അനുസരിച്ച് എല്ലാവരും കഴിക്കട്ടെ. കാര്യം ബഹുജനം പലവിധം, ലോകത്തിൽ പല രാജ്യങ്ങളിലും ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യപ്പെടണം? അതിൻ്റെ മറുവശം എന്താണ്? വെൻ യു ഈറ്റ് മോർ ഓഫ് മീറ്റി ഫുഡ് യു ഹാവ് ടു ഹാവ് ഈക്വൽ. അതായത് മലയാളിക്കും മറ്റേ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഗൾഫ് കൺട്രീസിലോ യൂറോപ്പിലോ ജപ്പാനിലോ ഏത് കൺട്രി പോയാലും ഒരു ഡിന്നർ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് കാണുന്നത് ഈ ചിക്കനും മട്ടണും ബീഫും കഴിക്കുന്ന കൗണ്ടറിലല്ല. ഏറ്റവും കൂടുതൽ ക്രൗഡ് കാണുന്നത് സാലഡ്സ് കഴിക്കുന്ന കൗണ്ടറിലാണ്. ദീസ് സാലഡ്സ്, ഗ്രീൻ സാലഡ്സ് വിൽ ചേഞ്ച് ആൻഡ് വിത്ത് കേർഡ് ഇറ്റ് ആഡ്സ് ടു ദി ബെനിഫിറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി. ലൈഫ് സ്റ്റൈലിൽ നമ്മളിപ്പോൾ പലവിധമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അൽഫാമും മന്തിയും പറഞ്ഞ പോലെ തന്നെ നമുക്കെപ്പോഴും ഒരു എന്താ പറയുന്നത്, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസിനോട് കൂടുതൽ താല്പര്യം ഒന്ന് കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി കിഡ്സ്, ചെറിയ കുട്ടികൾക്ക് ഫ്രൈഡ് ഐറ്റംസ് മാത്രം മതി. അത് എസ്പെഷ്യലി ദിസ് കൈൻഡ് ഓഫ് പൊട്ടറ്റോ ഫ്രൈസ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈസ്. അപ്പം ഈ ഫ്രൈഡ് ഐറ്റംസ് നമ്മളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് ക്യാൻസർ സാധ്യതകൾ കൂടുതലാണോ? See, when food is burnt, naturally burned things will create nitrosamines. അല്ലെ അതുപോലുള്ള പല ടോക്സിക് മെറ്റീരിയലും ബേണിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായി വരും. പല രാജ്യങ്ങൾ, ഇപ്പം സ്മോക്ഡ് ഫിഷ് കഴിക്കുന്ന ജപ്പാനിൽ ഈസോഫാഗസ് ക്യാൻസർ കൂടുതലാണ്. അപ്പോൾ അവർ സ്മോക്ക് ചെയ്താണ് ആ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് കഴിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഇപ്പം കിട്ടുന്ന എല്ലാ ചിക്കനും ദേ ആർ ഓൾ ഹോർമോൺ ഇംപ്രിഗ്നേറ്റഡ് ചിക്കൻ, അതല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഇംപ്രിഗ്നേറ്റഡ് ചിക്കൻ. ഇപ്പോൾ ചിക്കൻ വളർത്തുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, അതിൻ്റെ ഓണേഴ്സ് ഒന്നും അവിടുന്ന് ചിക്കൻ കഴിക്കാറില്ല. അവർ എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? അവർക്കറിയാം അവർ ഇതിനകത്ത് ആൻറ്റിബയോട്ടിക്സ്, ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ഈ ഫുഡിൽ ഒക്കെ ഈ അഡൾട്രേറ്ററാണ്. എല്ലാം ആൻറ്റിബയോട്ടിക് എൻറിച്ച്ഡ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെപ്പറേറ്റ് ക്ലാസ് ഓഫ് ചിക്കൻസ്, അവർ ദേ ആർ നോട്ട് എഗ് ലേയിങ്. അതിനെ ആ ലെവൽ 45 ദിവസം കൊണ്ട് അതിനെ നടക്കാൻ പറ്റാത്ത, പറക്കാൻ പറ്റാത്ത ഒരു ചിക്കനായിട്ട് മാറ്റണമെങ്കിൽ ദർ ഹാസ് ടു ബി സം ചേഞ്ചസ് ഇൻ ദ ബോഡി ആൻഡ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി. നാച്ചുറലി നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന നാടൻ ചിക്കൻ എന്ന് പറയുന്നത് അഴിച്ചുവിട്ടാൽ പറന്ന് മരത്തിൻ്റെ മുകളിൽ പോയിരിക്കും. ബിക്കോസ് ദേ ആർ ഏബിൾ ടു ഫ്ലൈ. അതിൻ്റെ കപ്പാസിറ്റി വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഈ സിന്തറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു 45 ഡേയ്സ് കഴിഞ്ഞാൽ അതെല്ലാം ചത്തുപോകും. അപ്പോഴാണ് ആൾക്കാർ എങ്ങനെയെങ്കിലും 45 ദിവസം മുമ്പ് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. കാരണം ഇതാണ് അതിൻ്റെ ലൈഫ് ആയുസ്. സോ ദാറ്റ് മീൻസ് ദേ ആർ ഓൾ മാനിപ്പുലേറ്റഡ്. അതിനെ ബേൺ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബാഡ്. അതുകൊണ്ടാണ് പറഞ്ഞ ടേസ്റ്റ് ബഡ്സ്, അവിടെയാണ് അമ്മമാർക്കുള്ള ജോലി. ഇത് കേൾക്കുന്ന ശ്രവിക്കുന്ന അമ്മമാർ മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണം ആരാ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം അമ്മയാണ്. അത് ഈ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുള്ള അതിൻ്റെ വാല്യൂ എന്താണ്. വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക്
കാരണം ഈ ഫുഡിനകത്ത് എത്ര കരിഞ്ഞോ, പുകഞ്ഞോ, ഉപ്പ് കൂടിയോ എന്തൊക്കെ മോശമുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പുറകിൽ ഒരു ടൺ കണക്കിന് സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം അതിൻ്റെ പുറകിലുണ്ട്. അപ്പോഴാണ് ആ ഫുഡ് ടേസ്റ്റി ആകുന്നത്. ടേസ്റ്റ് അല്ലാതെ വെറുതെ ഹോട്ടലിൽ പോയി പൈസ കൊടുത്തിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിയുമ്പോൾ അതിനകത്തൊന്നും സ്നേഹമൊന്നുമില്ല. അത് എങ്ങനെ കൂടുതൽ നാക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. സോ ഫുഡ് കൾച്ചറും ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസൊക്കെ സാധിക്കണമെങ്കിൽ പേരൻറ്റ്സ് ബോത്ത് ഫാദർ ആൻഡ് മദർ, അല്ല സ്ത്രീകൾ മാത്രം കുക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. മെൻ ക്യാൻ ബി ഗുഡ് കുക്സ്. വേൾഡിലുള്ള ഏറ്റവും ടോപ്പ് ഷെഫ്സ് എല്ലാം ആണുങ്ങളാണ്. സോ കുക്കിംഗ് ഈസ് നോട്ട് വാട്ട് യു കോൾ ഒരു എക്സ്ക്ലൂസീവായിട്ടൊരു വുമൺ വിമൻ ഓറിയൻറ്റഡ് പറയാൻ അല്ല. കാര്യമില്ല. ഒരു അപ്പനും അമ്മയും കൂടെ കുക്ക് ചെയ്താലും പിള്ളേർക്ക് നല്ല ഒരു ഹാബിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിരിക്കും. പക്ഷേ അറ്റ് ഹോം what do you make? So the mother is the fulcrum of the health of the family, indirectly to society also. അതാണ് എൻ്റെ വ്യത്യാസം. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടറെ പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഡോക്ടർ കുക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും ഡോക്ടർ കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതുമാത്രമല്ല ഡോക്ടർ തമാശയ്ക്ക് എന്നോട് പറയുകയും ചെയ്യാറുണ്ട്. ഡോക്ടറുടെ കൊളീഗ്സൊക്കെ ഡോക്ടറെ വിളിക്കുന്നത് ഡോക്ടർ തോമസ് കുക്ക് എന്നുള്ള രീതിയിലാണെന്ന്. അത് മാത്രമല്ല ഞാൻ ലൈഫ് സ്റ്റൈൽ നേരിട്ട് കണ്ടതുകൊണ്ട് ചോദിക്കുകയാണ് ഡോക്ടർ, എങ്ങനെയാണ് ഇത്രയും തിരക്കുള്ള ഈ ഒരു ഓൺകോളജി സർജൻ ഇത്രയധികം കൃഷി ചെയ്യുകയും ഇത്രയും ലൈഫ് സ്റ്റൈൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ സക്സസ് റീസൺ എന്താണ്? സക്സസ് ഒന്നുമില്ല, ഇതിനകത്തൊരു രഹസ്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ. ആദ്യം ഞാൻ പറഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ 8 മണിക്കൂർ എന്നുള്ളത് ഉണ്ടല്ലോ. 8 മണിക്കൂറിനെ എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ചിലപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷണൽ ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ 8 മണിക്കൂർ കൂടുതൽ ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഒരു ദിവസമോ 2 ദിവസം അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ നേച്ചറുമായിട്ട് ചേരുക, പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ജീവിതം, ലൈഫ് പ്ലാൻ ലൈഫാണെങ്കിലോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അതൊപ്പം പോവുകയും ചെയ്യുമ്പോൾ ഇത്ര മഞ്ഞൾ, ഇത്ര മല്ലി, ഇത്ര മുളക്, ഇത്ര സാധനങ്ങൾ ആഡ് ചെയ്താൽ ഒരു ടേസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു വിഷൻ ഉണ്ടല്ലോ, അതെല്ലാവർക്കും സാധിക്കുന്ന സംഗതി തന്നെയാണ്. അങ്ങനെയാണല്ലോ ഒരു കറിക്ക് ടേസ്റ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഫുഡിന് ടേസ്റ്റ് കൊണ്ടുവരുന്നത്. ഇതെങ്ങനെ സാധിക്കും? അത് പെണ്ണുങ്ങൾക്ക് മാത്രമോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു കഴിവൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ദെയർഫോർ വി ഹാവ് ടു അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷൻ. പിന്നെ അത് ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക്, അല്ലെ അവർ പ്രായമായി കഴിയുമ്പോഴും അവർക്ക് ഗ്രാമത്തിലുള്ള സെയിം അന്തരീക്ഷം അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടാവും. സോ ലൈഫ് സ്റ്റൈൽ ഈസ് മോഡുലേറ്റഡ്. ഡോക്ടർ ഈ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ സിറ്റി ലൈഫാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കൃഷി ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഞാൻ ഡോക്ടറുടെ കാര്യം മനസ്സിൽ കണ്ടിട്ടാണ് എൻ്റെ വായിലങ്ങനെ വന്നതെന്ന് തോന്നുന്നു. ഡോക്ടറുടെ ലൈഫ് സ്റ്റൈൽ ഞാൻ കണ്ടതാണ്. കൃഷിക്കുള്ള ഒരുപാട് പിന്നെ എഫേർട്സ് അത് വളരെ മനോഹരമായിട്ട് സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സിറ്റിയിൽ ജീവിച്ചുകൊണ്ട്, കൊച്ചി പോലുള്ള ഒരു സിറ്റിയിൽ ജീവിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു എന്തൂസിയാസം ഉണ്ടാവും, എങ്ങനെ പോസിബിൾ ആകുന്നു എന്നുള്ളത്. നമുക്കൊരു ചെറിയ ബാൽക്കണി ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ആദ്യം ആവശ്യമുള്ളത് മനസ്സാണ്. ഈ ലോകത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ആൾക്കാരുടെ മനസ്സിലാണ് ആദ്യം മാറ്റം ഉണ്ടാകുന്നത്. ബാക്കിയൊക്കെ പുറകെ വരും. പുറകെ വരും. തീർച്ചയായിട്ടും. അപ്പം അതെവിടെയും പോസിബിളാണ്, ഏതൊരു സിറ്റിയിലും. ഏത് സിറ്റിയിലും പോസിബിളാണ്, ഏത് മനുഷ്യനും സാധ്യമാവും. പക്ഷേ ഒരാഗ്രഹം വേണം. ഓക്കെ, എനിക്ക് ഇത് ചെയ്യണം, ഇതുകൊണ്ട് എനിക്ക് ലാഭം ഉണ്ടാക്കാനല്ല, എൻ്റെ കുടുംബത്തിൽ ഓക്കെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ 1 കിലോ വെണ്ടയ്ക്ക വാങ്ങിക്കും, എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആപ്പാടെ 1/2 കിലോ കിട്ടത്തുള്ളെങ്കിൽ എങ്കിൽ പോലും സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടായി വരുന്നൊരു ഭക്ഷണം നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ത്രില്ലാണത്. അതുപോലെ ഞാൻ ബോംബെയിൽ പഠിച്ച് ബോംബെയിൽ 10 വർഷത്തോളം ജീവിച്ചൊരു മനുഷ്യനാണ്. അവിടെ പല പല ക്വാർട്ടേഴ്സുകൾക്കും ഒരു സിംഗിൾ റൂമിൽ മാത്രം താമസിക്കുന്ന ഫാമിലീസുണ്ട്. അവരുടെയൊക്കെ ബാൽക്കണിയുടെ മുന്നിലും മിനിമം ഒരു കറിവേപ്പെങ്കിലും ഉണ്ടായിരിക്കും, മലയാളി ഗ്രൂപ്പിനകത്ത്. അവിടെ കോമൺ ആയിട്ടുള്ള പല വെജിറ്റബിൾസും, ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, പിന്നെ പാവയ്ക്ക, കോവയ്ക്ക, ഇതൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ട് അന്തിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും പോസിബിളാണ്. പക്ഷെ മനസ്സുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും പുറകെ വരും. മനസ്സില്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ ആവില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു നോക്കുക, ഒരു കാര്യത്തിൽ അച്ചീവ്മെൻറ്റ് നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ആദ്യം ആവശ്യമുള്ളത് ആഗ്രഹമാണ്. ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ ലോകത്തിലെല്ലാം പുറകെ വരുമെന്ന് പോസിബിളാണ് ആണെന്നുള്ള പല റൈറ്റേഴ്സും അത് പറയാറുണ്ട്. ഈ ആഗ്രഹം ആദ്യം വരണം. പിന്നെ
അതൊരു കൾച്ചർ നമ്മൾ അടുത്ത ജനറേഷന് കൊടുക്കുകയാണ്. കൊടുക്കണം. ഇപ്പം നമ്മുടെ മക്കൾ ഇതാരെയും കണ്ടു വളരുന്നത്. അവരോട് ചെടിക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കൂ എന്ന് പറയുമ്പോൾ ഇന്ന് ഒഴിക്കുന്നവർ നാളെ അവരും വലുതാവുമ്പോൾ ഓക്കെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് നിൽക്കുന്നതാണ് രസം എന്ന് തോന്നും. ഇപ്പം നാച്ചുറലി ഇതൊരു ഫാമിലി ഈസ് ദ യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ഫാമിലി ഈസ് ദ യൂണിറ്റ് ഓഫ് ദ ഹോൾ വേൾഡ്, ഹോൾ കൺട്രി. അപ്പം അങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ മാറ്റം വേണമെന്ന് ആഗ്രഹം വേണമെന്ന്. ആഗ്രഹമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം. ഡോക്ടർ, ടെൻഷൻ ഒരുപാടുള്ളൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ചെറിയ കിൻഡർ ഗാർഡൻ കുഞ്ഞിന് തൊട്ട് ഏറ്റവും പ്രായമുള്ളവർക്കും ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷൻ നമുക്ക് ഒരു ക്യാൻസറിന് കാരണമാകുമോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂട്ടുന്നതിനൊരു അടിസ്ഥാന കാരണമാണോ? ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വാക്ക് എന്നുള്ളതിനുപരിയായിട്ട് ടെൻഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ള ബയോകെമിക്കൽ മെക്കാനിസം നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം, എപ്പോഴും അച്ചീവേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ളത്. അവർ കടന്നു കയറുന്ന പടവുകൾ കൂടുതൽ കയറണമെന്ന് ആഗ്രഹം വരുമ്പോൾ പെർഫോമൻസ് വേഴ്സസ് യുവർ അച്ചീവ്മെൻറ്റ്, അവിടെയാണ് ടെൻഷൻസ് ആരംഭിക്കുന്നത്. അതിപ്പോൾ സ്കൂളിലാണെങ്കിലോ, ഇപ്പം ഒരു സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുഞ്ഞിനെ പിടിച്ച് ഫോഴ്സ് ചെയ്ത് അതിനെ പറഞ്ഞു വിടുമ്പോൾ അവിടെ ഡിഫിക്കൽറ്റി ആരംഭിക്കുന്നു, ടെൻഷൻ ആരംഭിക്കുന്നു. ഇപ്പം മെഡിസിൻ താല്പര്യമില്ലാത്ത കുഞ്ഞിനെ പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് MBBS പറഞ്ഞു വിടുക, എൻജിനീയറിംഗ് താല്പര്യമില്ലാത്ത ആളിനെ എൻജിനീയറിംഗ് പറഞ്ഞു വിടുക, പിന്നെ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളൊരു കുട്ടിയെ പഠിപ്പിക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യാൻ പറയുക. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കരിയറിൽ ടെൻഷൻസ് ആരംഭിക്കും. അക്കാഡമിക്കലി ടെൻഷൻസ് ഉണ്ടാവും, ഫൈനാൻഷ്യലി ടെൻഷൻസ് നമുക്കുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ. ഇതൊക്കെ നടക്കുമ്പോൾ എന്താണ് ബോഡിയിൽ സംഭവിക്കുന്നത്? എവറിതിങ് ഹാപ്പൻസ് ഇൻ ദ ബ്രെയിനിനകത്ത് പോസിറ്റീവ് ഹോർമോൺസും ന്യൂറോ സെക്രീറ്റേഴ്സും നെഗറ്റീവ് ന്യൂറോ സെക്രീറ്റേഴ്സും സെക്രീറ്റ് ചെയ്യപ്പെടും. പോസിറ്റീവ് ചെയിനിനകത്ത് താഴേക്ക് വരുമ്പം ബോഡിയിലെ ഓരോ ഓർഗനിലും ഉണ്ടാകുന്ന സെക്രീഷൻ, ഹോർമോണൽ ഓർഗൻസ്, ഇപ്പോൾ പാരതൈറോയിഡ്, തൈറോയിഡ്, ഇങ്ങനെ താഴേക്ക് വരുമ്പം പാൻക്രിയാറ്റിക് ഏരിയ ഉണ്ട്. അങ്ങനെ ഓരോതിലും ഓരോ ഹോർമോണൽ സിറ്റുവേഷൻസ്, അഡ്രീനൽ ഗ്ലാൻഡ്, അങ്ങനെ ഓവറീസ്, ടെസ്റ്റിക്കിൾ, എല്ലായിടത്തും ഹോർമോൺസ് ഉണ്ട്. പക്ഷേ പോസിറ്റീവ് എനർജി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഹോർമോൺസ് വരുമ്പോൾ നമ്മൾ ഹാപ്പി മൂഡിലേക്ക്. നമ്മൾ ടെൻഷനിൽ പോകുന്നതിന് നമ്മുടെ ബോഡി സെക്രീറ്റ് ചെയ്യപ്പെടുന്ന എല്ലാം കോർട്ടിസോൾ, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ്, അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് ഹോർമോൺസ് ആയിരിക്കും. ഇതെല്ലാം നമ്മുടെ ബോഡി ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യും. അവർക്കെല്ലാം ക്യാൻസർ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവില്ല. പക്ഷേ അവർക്ക് പലതരത്തിലുള്ള സൊമാറ്റിക് ഡിസോർഡേഴ്സ് അത് വരും, അതിനകത്ത് സംശയമൊന്നുമില്ല. അതൊക്കെ മറ്റ് പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണമായിട്ട് മാറാം എന്നുള്ളതാണ് സത്യം. ഡോക്ടറുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ, ഒരു വളരെ വൈറലായിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ 5 വൈറ്റ്സ് നിങ്ങൾ ഒഴിവാക്കിയാൽ ക്യാൻസറിൽ നിന്ന് ഒഴിവാകാം എന്നുള്ളത്. ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് ഒഴിവാക്കാം ബേസിക്കലി. അപ്പം അത് ഒന്നുകൂടെ ഒരു റിമൈൻഡർ എന്നുള്ള രീതിയിൽ അതുകൂടെ ഒന്ന് വിശദമാക്കി നമ്മളുടെ ഈ ടോക്ക് അവസാനിപ്പിക്കാം. അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഒന്നാമത് ഭക്ഷണത്തെ പറ്റി എന്ത് പറഞ്ഞാലും അത് സെൻസിറ്റീവ് ആവും. കാരണം ഓരോ വ്യക്തിയുടെ അമൃതല്ല മറ്റൊരു വ്യക്തിക്ക് ഒരു പക്ഷേങ്കിൽ അത് പോയിസൺ ആയിരിക്കും, അല്ലെ ഒരാളുടെ താല്പര്യം ആയിരിക്കത്തില്ല അടുത്ത ആളുടെ താല്പര്യം. പക്ഷേ ഞാൻ ഈ പറയുന്ന സംഗതികൾ എന്ന് പറയുന്നത് അതിൻ്റെ സയൻസ് ബിഹൈൻഡ് ദാറ്റ് മാത്രം ആലോചിച്ചാൽ മതി. കഴിക്കുക എന്ന് പറയുന്ന അവരവരുടെ താല്പര്യമാണ്, ചോയ്സാണ്, അവരുടെ ഇഷ്ടമാണ്, അത് നടക്കട്ടെ. എന്താണ് ഈ 5 വൈറ്റ് തിങ്സ്? എക്സസ് ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്, ഇപ്പം ബെസ്റ്റ് എക്സാമ്പിളാണ് സോൾട്ടഡ് ഫിഷ് കൂടുതൽ കഴിക്കുന്ന ജാപ്പനീസ് ആൾക്കാർക്ക് കൂടുതൽ ക്യാൻസറുണ്ട്, ഈസോഫാഗസ് ക്യാൻസർ. അപ്പോൾ ഹൈപ്പർ സോൾട്ടഡ് ആയിട്ടുള്ള ഫുഡിന് സോഡിയം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബേക്കറി ഐറ്റംസ് എല്ലാം അതിനകത്ത് എല്ലാം കൂടെ. പാക്കറ്റ് ഫുഡ്സ് എല്ലാം. 2 വൈറ്റ് എന്ന് പറയുന്നത് മിൽക്ക് എങ്ങനെയാണ് കാർസിനോജനിക് ആവുന്നത്? മിൽക്ക് എന്ന് പറയുന്നത് ബേസിക്കലി അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാധനമാണ് മിൽക്ക്. അത് ന്യൂട്രീഷ്യസ് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അതിനകത്ത് പിന്നെ അമ്മയുടെ പാലിനകത്ത് ഒത്തിരി ഡിഫൻസ് മെക്കാനിസം കിട്ടുന്ന സംഗതിയുണ്ട്. ആ പശുക്കുട്ടിക്ക് കൊടുക്കേണ്ട പാലാണ് നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ലെവൽ വരുമ്പോൾ പശുക്കുട്ടിന് കിട്ടേണ്ട പ്രോട്ടീൻ, ന്യൂട്രീഷൻ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഒരു ഏജ് കഴിയുമ്പോൾ അഡോളസൻറ്റിന് മുമ്പ് തന്നെ നമ്മുടെ ബോഡിയിൽ മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള പല എൻസൈംസും ഇല്ലാതാവും. കാര്യം മനുഷ്യന് ആവശ്യമില്ലാത്തൊരു വസ്തുവാണ്. പാല് വേറെ, തൈര് വേറെ, മോര് വേറെ, അത് മനസ്സിലാക്കിക്കണം. അത് വേറെ കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക് ആർ വെരി ഹെൽത്തി. അപ്പം
ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം നമുക്ക് അഡൽട്ട് ആകുമ്പോൾ ഇല്ല. സോ മിൽക്ക് റെഗുലറായിട്ട് മിൽക്കിനകത്ത് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്. ഒരു കുഞ്ഞ് വളരണമെങ്കിൽ അമ്മയുടെ പാല് കുടിച്ച് കുഞ്ഞ് വളരണമെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പോകുന്ന ഗ്രോത്ത് ഹോർമോൺസ് ആണ് കുഞ്ഞിനെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ആനിമൽ മിൽക്കിനകത്ത് ആനിമൽസ് വളരാനുള്ള ഗ്രോത്ത് ഹോർമോൺ. അതിൽ ഏറ്റവും ഹസാർഡസ് ആയിട്ടുള്ളത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഓവറി ക്യാൻസർ, ഇങ്ങനെയൊക്കെയുള്ള കോളൻ ക്യാൻസറിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു വസ്തുവാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ, നോട്ട് ഗുഡ് ഫോർ കൺസ്യൂമിങ് റെഗുലർലി മിൽക്ക്. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈറ്റ് തിങ് ആണ് മൈദ. മൈദയുടെ ഹാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈദ ഈസ് എ പോളിഷ്ഡ് പ്രൊഡക്റ്റ് ഓഫ് വീറ്റ്. അതിനകത്ത് ഫൈബർ എന്ന സാധനമേ ഇല്ല. ഓൺലി ഗ്ലൈസീമിക് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്ന, ഇൻഡസ്റ്റൈനിനകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മൈദ. അപ്പോൾ ചോദിക്കും, ബ്രെഡ് കൊണ്ട് കഴിച്ച ആൾക്കാർ വർഷങ്ങളും ജീവിക്കുന്നില്ലേ? ഗൾഫിൽ മുഴുവനും മൈദ ഉപയോഗിക്കുന്നു, അവർക്കെന്താ അസുഖം വരാത്തെ എന്നൊക്കെ പറയും. നമ്മൾ രാജീവ് ഗാന്ധി സ്റ്റഡി സെൻറ്റർ ബയോടെക്നോളജി ട്രിവാൻഡ്രം ഒരു പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡി നടത്തി കേരളത്തിൽ. ഏറ്റവും കൂടുതൽ പൊറോട്ട വിത്ത് ബീഫ് കോമ്പിനേഷൻ കഴിക്കുന്ന റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ കോളൻ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, റെക്റ്റം. അത് മലപ്പുറം, കോഴിക്കോട്, പിന്നെ ഇടുക്കിയുടെ ചില ഭാഗങ്ങളൊക്കെയാണ്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ പൊറോട്ടയാണ്. ഇപ്പം നമ്മൾ പാല കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ദൂരം പോകുമ്പോഴാണ് ഈരാറ്റുപേട്ട. പാലായിൽ വെജിറ്റേറിയൻ ഹോട്ടൽസ് നമ്മൾ കാണുന്നില്ല. ഈരാറ്റുപേട്ട ഒരൊറ്റ വെജിറ്റേറിയൻ ഹോട്ടലും കാണത്തില്ല. അവിടെ എല്ലാം സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറഞ്ഞ് നോൺ വെജ് ബേസ്ഡ് ആയിട്ടുള്ള പൊറോട്ട ബേസ്ഡ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് മുതൽ. ഇത് തന്നെയാണ് മലപ്പുറം ബെൽറ്റോട്ട് പോയി കഴിഞ്ഞാൽ, കോഴിക്കോട് ബെൽറ്റ്, പലയിടത്തും. പെട്ടെന്നാണ് കേരളത്തിലെ കൾച്ചറൽ ഈറ്റിംഗ് ഹാബിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബേക്കറി ഫുഡ്, ഏറ്റവും കൂടുതൽ ബേക്കറീസ് ഉള്ളത് കേരളത്തിലാണ്, ഇന്ത്യയിലും. ഏറ്റവും കൂടുതൽ പൊറോട്ട സെയിലുള്ളത് കേരളത്തിലാണ്. പൊറോട്ട കഴിക്കരുതെന്നല്ല പറഞ്ഞ്. എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ആഡ് ചെയ്യുന്ന ഓയിൽ, അതിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ഫുഡിനകത്ത് ഒരിക്കലും സാലഡ്സ് ഇല്ല. വി ടേക്ക് ഇറ്റ് ആസ് എ സ്റ്റേപ്പിൾ ഫുഡ്. അതേസമയം നമ്മൾ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ ഉള്ള വൈറ്റ്, അതിനകത്തുള്ള സംഗതി എന്ന് പറയുന്നത് വൈറ്റ് റൈസ്. ഈ വൈറ്റ് റൈസിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ കൂട്ടുന്ന സാധനമാണ്. എന്നാൽ അൺപോളിഷ്ഡ് റൈസ്, അതിനകത്ത് ബ്രാൻ ഉള്ളതുകൊണ്ട്, തവിടുള്ളതുകൊണ്ട്, ബ്രാൻ ഈസ് എ വെരി ഗുഡ് തിങ്. B12 അങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന വൈറ്റമിൻസ് പലതും കിട്ടുന്നൊരു സംഗതിയാണ്. അപ്പോൾ ദെയർഫോർ ഇഫ് യു ടേക്ക് അൺപോളിഷ്ഡ് റൈസ്, ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ. പോളിഷ്ഡ് റൈസ് ഈസ് ബാഡ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ഈ സാധനം. അതാണ് വ്യത്യാസം. വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ഷുഗറിൻ്റെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരിമ്പ് നീര് എന്ന് പറയുന്നതും ഷുഗറും തമ്മിൽ ഒരു ബന്ധവുമില്ല, അൺലെസ് ഇറ്റ് ഈസ് സ്വീറ്റ്നെസ്. കരിമ്പ് നീരിൻ്റെ യെല്ലോ കളറുള്ള ജ്യൂസിനെ ക്രിസ്റ്റൽസ് ആയിട്ട് മാറ്റണമെങ്കിൽ അത് ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യണം. അറൗണ്ട് 40 to 50 കെമിക്കൽസ് ആഡ് ചെയ്തെങ്കിലേ ഈ കാണുന്ന ഹൈലി റിഫൈൻഡ് ഷുഗറായിട്ട് മാറാൻ പറ്റുള്ളൂ. ഇതെല്ലാം കാർസിനോജനിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ ഗോതമ്പിൽ നിന്ന് മൈദ വരണമെങ്കിൽ അതിനകത്ത് ബെൻസീൻ പെറോക്സിഡേസ് എന്ന് പറഞ്ഞൊരു ഏജൻറ്റ് ആഡ് ചെയ്യണം, എന്നാലേ അത് വൈറ്റായി മാറുകയുള്ളൂ. ബ്രൗൺ ആണ് ഗോതമ്പ് പൊടി, ഇറ്റ് ബിക്കംസ് വൈറ്റ് ഓൺലി ഇറ്റ് ഈസ് ബ്ലീച്ച്ഡ്. അപ്പോൾ എത്രമാത്രം റിഫൈൻഡ് ആയിട്ട് മാറുന്നു. റിഫൈൻഡ് ഓയിൽസ്, ഇത് തന്നെ പ്രശ്നം. അതിലൊക്കെ നമുക്ക് ഡാമേജ് കൊണ്ടുവരുന്ന സംഗതികളാണുള്ളത്. ദ സേഫസ്റ്റ് ഓയിൽ ഈസ് കോക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്നത്, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അതല്ലെങ്കിൽ ബ്രാൻ ഓയിൽ. ഇതൊക്കെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ദെയർഫോർ ഇതൊന്നും കഴിക്കരുതെന്നോ, യു ഷുഡ് ബി ജുഡീഷ്യസ്. ആ ഒറ്റ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യം. ജുഡീഷ്യസ് ഇൻ റെക്കമെൻഡിങ്, ചൂസിങ് വാട്ട് ടു ഈറ്റ്, ഹൗ ടു ഈറ്റ്, വെൻ ടു ഈറ്റ്, ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ മോറൽ ഓഫ് ദ സ്റ്റോറി. ആൻഡ് ദാറ്റ് ബിക്കം അവർ ലൈഫ് സ്റ്റൈൽ. ഭക്ഷണമാണല്ലോ തീരുമാനിക്കുന്നത്, നമ്മൾ എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെന്നാണല്ലോ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നമുക്ക്. മഞ്ഞൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ഫുഡ് സ്റ്റഫ്സ്, നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇതെല്ലാം നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഇന്ത്യൻ കറീസ് ആർ റിയലി ആൻറ്റി ക്യാൻസർ ഏജൻസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ്, ഈ മഞ്ഞൾപ്പൊടി ഉണ്ടാവും, മല്ലിപ്പൊടി ഉണ്ടാവും, മുളക് പൊടി ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാവും, ഉള്ളി ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഗതികളാണ്. സോ മെനി ആൽക്കലോയിഡ്സ്, സോ മെനി ബെനിഫിറ്റ്സ്. ഇപ്പം കുർക്കുമിൻ എന്ന് പറയുന്നത് തന്നെ ഈസ് എ ആൻറ്റി ക്യാൻസർ ഏജൻറ്റ്, നമ്മുടെ മഞ്ഞളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പഴയ കാലത്ത്
ഇതൊന്നും അറിയാതാണ് യൂറോപ്യൻസ് കേരളത്തിലോട്ട് വന്നിട്ട് ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ ഓൾ ദീസ് ആർ ഹെൽപ്ഫുൾ ഫോർ ദി ഹ്യൂമൻ ബോഡി. അപ്പോൾ നമുക്ക് ഇന്നും വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ലെന്നാണ് ഡോക്ടറുടെ അഭിപ്രായവും ഡോക്ടറുടെ യെസ്. ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ലൈഫ് സ്റ്റൈലിലൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നയിക്കാം എന്ന് നമുക്ക് ഇന്നത്തെ ടോക്കിൽ നിന്ന് മനസ്സിലായി. ഇത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതിനോടൊപ്പം തന്നെ ഒരു ലൈഫ് ലെസണായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഡോക്ടർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.